ഡോക്ടർ ജയരാജ്, ഇന്ന് എം.വി. ജയരാജൻ പറഞ്ഞ വാചകം ഇടതെന്ന് തോന്നുന്ന ചില സാമൂഹിക മാധ്യമങ്ങൾ, ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പൂർണ്ണമായും വിലക്കെടുക്കപ്പെട്ടു കഴിഞ്ഞുവെന്നും അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ചെറുപ്പക്കാർ നിന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഡോക്ടർ ജയരാജ് എങ്ങനെ വിലയിരുത്തുന്നു ഈ പ്രസ്താവനയെ? ഇതിനകത്ത് നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ ട്രെൻഡിങ് എന്ന് പറയുന്നത് സ്വിംഗ് വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയ വഴിയാണ്. ഈ സ്വിംഗ് വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്ന സോഷ്യൽ മീഡിയ വഴിയാണെന്ന് ആദ്യമേ തിരിച്ചറിഞ്ഞത് BJP ആണ്. അവരുടെ ആദ്യത്തെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം 2014 അവരുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയ അവർ മാനിപ്പുലേറ്റ് ചെയ്തതാണ്. സോഷ്യൽ മീഡിയ വഴിയുള്ള ഹേറ്റ് സ്പീച്ച്, സോഷ്യൽ മീഡിയ വഴിയുള്ള പലതരത്തിലുള്ള മാനിപ്പുലേഷൻ, ഡിജിറ്റൽ ഡിവൈഡ്, ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. എന്തുകൊണ്ടാണ് CPM-ന് ഔദ്യോഗികപരമായിട്ട് ഒരു സോഷ്യൽ മീഡിയ പേജ് അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ സിസ്റ്റം ഇപ്പൊ കോൺഗ്രസിനുണ്ട്? എന്റെ കൂടെ ഇവിടെ ചർച്ചയിരിക്കുന്ന ഡോക്ടർ സരിൻ കുറച്ചു നാൾ അതിന്റെ ചാർജ് ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം അതിനെ കുറിച്ച് കൂടുതൽ പറയും. പക്ഷെ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം കുറെ ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. അത്തരം ആളുകളുടെ തന്നെ അതേ സൈറ്റുകൾ ഉപയോഗിച്ച്, അതേ ലോഗോ ഉപയോഗിച്ച്, ഉദാഹരണത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട് പല ചാനലുകളുടെയും അതേ സൈറ്റുകൾ ഉപയോഗിച്ച്, അതേ വെബ് പേജസ് ഉപയോഗിച്ചിട്ട് വേറെ പോസ്റ്റുകൾ അറ്റാച്ച് ചെയ്ത് ഇടുന്നു. അത് പക്ഷെ പലപ്പോഴും നോട്ട് ചെയ്യത്തില്ല. ഇത് പ്രത്യേക ചില സർക്കുലർ അല്ല ഇൻ ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മാത്രം സർക്കുലേറ്റ് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള പ്രതിഭാസം ധാരാളമായി കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. ഡോക്ടർ ജയരാജ്, ഇതിൽ പോരാളി ഷാജി, ചെങ്കതിര് തുടങ്ങിയ ചില സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളെയാണ്, ഫേസ്ബുക്ക് പേജുകളെയാണ് എം.വി. ജയരാജൻ ഇന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോരാളി ഷാജിയൊക്കെ ഇടം വലം നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ച് CPM പാർട്ടിയെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേജാണ്. അത് ആർക്കെതിരെയും അതിൻ്റെ ചൂടറിഞ്ഞിട്ടുള്ളവർ ഒരുപാടുണ്ട്. അത് ഒരുപക്ഷെ എല്ലാ മര്യാദകളുടെയും സീമയും കടന്നുപോയിരുന്ന ആക്രമണങ്ങളൊക്കെ പലപ്പോഴും എതിരാളികൾക്ക് നേരെ തൊടുത്തു വിടാറുമുണ്ട്. ഈ പേജുകളെയൊക്കെ വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് ഡോക്ടർ ജയരാജ്? അത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്യാപ്സൂൾ വിവാദം ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. ക്യാപ്സൂളുകൾ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എത്ര നാൾ അതിന്റെ ഒരു ഇങ്ങനെ പേറേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇതുപോലെ ഓരോ സമയത്തും യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത, ഇതൊരു പബ്ലിക് സ്പീച്ച് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുകയും കാലിക യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ലാതെയും കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഒട്ടും ശ്രദ്ധിക്കാതിരിക്കുന്നതും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ വരുന്നത്. Debate with Arun Kumar.